ഹായ് ഫ്രണ്ട്സ്, PSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചിട്ടാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള പോയിന്റുകളൊക്കെ വായിക്കുന്നതിന് മുമ്പ് ഒരു ബേസിക് ഐഡിയ നമ്മളുണ്ടെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം ഇതിനകത്ത് കുറേ ഡിജിറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 389, 296, 292 അങ്ങനെ. അപ്പോൾ അതിന് ആ ഒരു ബേസിക് ഐഡിയ തന്നിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. ഈ ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടായിരിക്കണം എന്നൊരാശയം ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് തന്നെ രൂപപ്പെട്ടിരുന്നു. അതായത് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഒരു ഭരണഘടന ഉണ്ടായിരിക്കണം, ആ ഭരണഘടനയെ അടിസ്ഥാനമാക്കി ആയിരിക്കണം ഭാവിയിൽ ഇന്ത്യ പ്രവർത്തിക്കേണ്ടത് എന്നൊരാശയങ്ങൾ ആദ്യമേ രൂപപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് ഒരു ഭരണഘടന, ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന തയ്യാറാക്കുന്നതിനായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കണം എന്ന ആശയം അവതരിപ്പിച്ച പാർട്ടി എന്ന് പറയുന്നത് സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടി ഇത് 1923 ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത്. അങ്ങനെ ആവശ്യപ്പെട്ട പാർട്ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വരാജ് പാർട്ടിയാണ്. ഇവർ ആവശ്യപ്പെടുന്ന വർഷം നോട്ട് ചെയ്യുക, അത് 23. എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത്? ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന തയ്യാറാക്കുന്നതിനായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കണം എന്ന ആശയം അവതരിപ്പിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി 1923. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം 1934 മുന്നോട്ട് വെച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് MN റോയി ആണ്. MN റോയിയാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച വ്യക്തി. അപ്പോൾ ആദ്യം പറയുകയാണ് അല്ലെ, ഒരു ഭരണഘടനാ നിർമ്മാണ സഭ, ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് സ്വരാജ് പാർട്ടി 1923. ഇനി ഇങ്ങനെ ഒരു ആവശ്യം വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് MN റോയി 1934. ഇനി ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി വേണം എന്ന നിലപാട് കോൺഗ്രസ് പാർട്ടി, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി സ്വീകരിച്ചത് 1935 മീറ്റിങ്ങിലാണ്. 35 മനസ്സിലായി. അപ്പോൾ എന്താണ് വ്യത്യാസം മനസ്സിലായല്ലോ. ഈ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ള ആവശ്യം ആദ്യമായി ആവശ്യപ്പെട്ട പാർട്ടി സ്വരാജ് പാർട്ടി 1923. അതേപോലെ ആവശ്യപ്പെട്ട വ്യക്തി MN റോയി 1934. 1935 ആയപ്പോഴത്തേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെയുള്ള ഒരു ആവശ്യം കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി സ്വീകരിച്ചത് 1935. ഇതാണ് അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിന് ശേഷം ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്യാബിനറ്റ് മിഷൻ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശത്തേക്ക് തുടർന്നിട്ട് അപ്പോഴുണ്ടായിരുന്ന, അതായത് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും 389 പേരെയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതായത് അങ്ങനെ ഇവരുടെയൊക്കെ ആവശ്യം സ്വീകരിക്കപ്പെട്ടു. ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. ആ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് ആ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള 389 പേർ അതിലേക്ക് വന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇനിയാണ് നമ്മൾ ആ ഡിജിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഈ പരീക്ഷകൾ ഇച്ചിരി ടഫാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡിജിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പാടായിരിക്കും ഓർത്തിരിക്കാൻ. അത് പഠിക്കാൻ ഞാനതിൻ്റെ ബേസിക് പറഞ്ഞുതരാം. നിങ്ങളത് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടു. അതിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പാണ്. അവിഭക്ത ഇന്ത്യയിൽ ടോട്ടൽ മെമ്പർ എന്ന് പറയുന്നത് 389 പേരാണ്. ഇവരെവിടെ നിന്ന് വന്നു എന്നാണ് പറയാൻ പോകുന്നത്. ആ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 11 പ്രവിശ്യകൾ ഭരിക്കുന്നത് ഗവർണർമാരാണ്. 11 പ്രവിശ്യകളുടെ ഗവർണർമാരുണ്ട്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ 11 പ്രവിശ്യകളിൽ നിന്നും 292 പേരാണ് ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർമാരുടെ 11 പ്രവിശ്യകളിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് വന്നത്. ഈ 389 പേരിൽ 292 പേര് എവിടെ നിന്ന് വന്നതാണ്? അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർമാരുടെ അണ്ടറിലുള്ള 11 പ്രവിശ്യകളിൽ നിന്നാണ് ഈ 292 പേർ വന്നത്. ഇനി ചീഫ് കമ്മീഷണറുടെ അണ്ടറിലുണ്ടായിരുന്ന ഡൽഹി, അജ്മീർ, മെർവാറ, കൂർഗ്, ബലൂചിസ്ഥാൻ എന്നീ 4 പ്രവിശ്യകളിൽ നിന്നും 4 പേര് ഓരോ ഇതിനെ സംബന്ധിച്ച് പ്രതിനിധീകരിച്ച് 4 പേര് വന്നു. അതാണ് നോക്കണം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ
ഗവർണർമാരുടെ അണ്ടറിലുണ്ടായിരുന്ന 11 പ്രവിശ്യകളിൽ നിന്നും 292 പേരും ചീഫ് കമ്മീഷണർമാരുടെ 4 ചീഫ് കമ്മീഷണർമാരുണ്ടായിരുന്നു 4 ചീഫ് കമ്മീഷണർമാരുടെ അണ്ടറിലുണ്ടായിരുന്ന പ്രവിശ്യകൾ 4 പ്രവിശ്യകളിൽ നിന്നും 4 പേരും ഈ കമ്മിറ്റിയിലേക്ക് വന്നു. അങ്ങനെ ഇപ്പൊ എത്ര പേരായെന്ന് നോക്കിയാൽ 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 296 പേര് വന്നു. ഇനി നോക്കുക, 389 നിന്നും 296 പോയാൽ പിന്നെ 93 പേരാണ് ഉള്ളത്. ആ 93 പേര് എവിടെ നിന്നാണ് വന്നത്? ഇവർ നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. ആ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആ സമയത്തുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ് ഈ പറയുന്ന 93 പേര് വന്നത്. ഇങ്ങനെയാണ് 389 എന്നുള്ള ആ ഒരു അംഗസംഖ്യയിലേക്ക് എത്തിയത്. ഇപ്പം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് പറയാം. 389 ഒന്നുകൂടെ ഒന്ന് പറയാം. അവിഭക്ത ഇന്ത്യയിൽ, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 389 പേരാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 11 പ്രവിശ്യകളിൽ നിന്നും ഗവർണർമാരുടെ അണ്ടറിലുണ്ടായിരുന്ന 11 പ്രവിശ്യകളിൽ നിന്നും 292 പേരും ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 പേരും ചേർത്തിട്ട് 296 പേര് അങ്ങനെ വന്നു. അതുകൂടാതെ 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നും വന്നു. അങ്ങനെ 296ഉം 93ഉം കൂടെ ചേർത്തിട്ട് 389 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നമ്മുടെ വിഭജനത്തിന് മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ 389 പേരിൽ 17 പേര് വനിതകളായിരുന്നു. 17 പേര്, ഈ 389 പേരിൽ 17 പേർ വനിതകളായിരുന്നു. 17 പേർ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഇന്ത്യ വിഭജനത്തിന് ശേഷം കുറേ ഭാഗങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി, അല്ലെ? കുറേ ഭാഗങ്ങൾ പാകിസ്ഥാനിലായി. അപ്പോൾ സ്വാഭാവികമായും 389 എന്നുള്ള ഈ ഒരു ഡിജിറ്റിൽ നിന്നും കുറേ പേര് പോയിട്ടുണ്ടാവും. അങ്ങനെ എണ്ണം 299 മാറി. അതായത് സ്വാതന്ത്ര്യത്തിന് നമ്മുടെ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എത്ര പേരായിട്ട് കുറഞ്ഞു? 299 കുറഞ്ഞു. ഈ 299 വന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഗവർണറുടെ പ്രവിശ്യയിൽ നിന്നും 226 പേര്, അതേപോലെ ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്നും 3 പേര്, നേരത്തെ 4 പേരായിരുന്നു, അല്ലേ? ആ ബലൂചിസ്ഥാൻ എന്നുള്ളത് പാകിസ്ഥാന്റെ കൂടെ ചേർക്കപ്പെട്ടപ്പോൾ ഒരാൾ അങ്ങോട്ട് പോയി, അങ്ങനെ 4 ആയിട്ട് കുറഞ്ഞു. അങ്ങനെ 226ഉം 3ഉം കൂടെ 229 പേര്. അതായത് ഇപ്പോൾ നോക്കണം, ഇന്ത്യ വിഭജനത്തിന് ശേഷം ആകെക്കൂടെയുള്ളത് 299 പേരാണ്. അതിൽ ഗവർണറുടെയും ചീഫ് കമ്മീഷണറുടെയും പ്രവിശ്യകളിൽ നിന്നും 229 പേര്, അല്ലേ? അപ്പോൾ 229ഉം 299 നിന്നും 229 പോയാൽ പിന്നെ 70 പേരാണുള്ളത്. ഈ 70 പേരാണ് ആ സമയത്തുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളിൽ നിന്നും നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് വന്നിരുന്നത്. അങ്ങനെയാണ് 299 ആയത്. അപ്പോൾ വിഭജനത്തിന് ശേഷം 299 പേരെ ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ളൂ. അതിൽ 15 പേര് സ്ത്രീകളായിരുന്നു, അല്ലെ? 389 ഉണ്ടായിരുന്നപ്പോൾ 17 പേര് സ്ത്രീകളായിരുന്നു. 299 ആയപ്പോൾ 15 പേര് സ്ത്രീകളായിരുന്നു. ഇതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 17 പേരാണ് മലയാളികൾ, അല്ലേ? അത് വിഭജനത്തിന് മുമ്പും ശേഷവും ഒക്കെ 17 പേരാണ് മലയാളികളായിട്ടുണ്ടായിരുന്നത്. ഈ 17ൽ 3 പേര് സ്ത്രീകളായിരുന്നു, 3 പേര്. അപ്പം ടോട്ടൽ മലയാളികൾ 17 പേര്. 17 പേരിൽ 3 പേര് സ്ത്രീകളാണ്. ആ 3 സ്ത്രീകളാണ് ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ എന്നിവർ. അതിൽ ആനി മസ്ക്രീൻ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായത്. ആനി മസ്ക്രീൻ കാരണം ആനി മസ്ക്രീൻ മാത്രമേ തിരുവിതാംകൂറിൽ നിന്നുള്ളൂ, അതുകൊണ്ടാണ് അത് ഓർത്തിരിക്കേണ്ടത്. ബാക്കി ദാക്ഷായണി വേലായുധനും അമ്മു സ്വാമിനാഥനും മദ്രാസ് പ്രവിശ്യയെ പ്രതിനിധീകരിച്ചിട്ടാണ് നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്നത്. അപ്പോൾ ഓർക്കുക, മൊത്തം മലയാളികൾ 17 പേര്, അതിൽ 3 പേര് സ്ത്രീകൾ. ആനി മസ്ക്രീൻ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിലെത്തി. ബാക്കി ദാക്ഷായണി വേലായുധനും അമ്മു സ്വാമിനാഥനും മദ്രാസ് പ്രവിശ്യയെ പ്രതിനിധീകരിച്ചിട്ടാണ് ഈ നിയമനിർമ്മാണ സഭയിലെത്തിയത്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഈ പോയിന്റുകളൊക്കെ നമ്മളിപ്പോൾ പ്രസ്താവന രൂപത്തിൽ ഇതിനകത്ത് പഠിച്ചു പോകും, ഈ പോയിന്റുകളൊക്കെ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പമായിരിക്കും. നമുക്കപ്പോൾ ഇനിയിപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ അതിൻ്റെ ആദ്യത്തെ കൊടുത്തിരിക്കുന്ന പോയിന്റ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇനി എളുപ്പമാണ്. അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എത്ര പേരാണ്? ഇന്ത്യ വിഭജനത്തിന് മുമ്പ് 389 പേര്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അത് രാജേന്ദ്ര പ്രസാദ് ആണ്, അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഇങ്ങനെ അധ്യക്ഷൻ വന്ന കഥയും അതേപോലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ പുറകെ പറഞ്ഞുതരാം. അത് അടുത്ത പേജിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം.
അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നമുക്ക് എളുപ്പമാണ് ഇത് വായിച്ചു പോകാൻ വേണ്ടിയിട്ട്. വായിച്ചു വിട്ടാൽ മതിയാവും. നോക്കണം, പാകിസ്ഥാന് പ്രത്യേക ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ച തീയതി 1947 ജൂൺ 3 പാകിസ്ഥാന് പ്രത്യേക ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ച തീയതി 1947 ജൂൺ 3 അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തവരുടെ എണ്ണം 296 ഈ 296 എങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. 11 ബ്രിട്ടീഷ് ഗവർണറുടെ 11 പ്രവിശ്യകളിൽ നിന്നുള്ള അത്രയും പേരല്ലേ, പ്രവിശ്യകളിൽ നിന്നുള്ള 292 പിന്നെ ചീഫ് കമ്മീഷണറുടെ 4 പേരും ചേർത്തിട്ടാണ് 296 വന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എളുപ്പമാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 292 പേർ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്നും 4 പേർ. അങ്ങനെ 296 പേർ. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് എളുപ്പമാകുന്നില്ലേ ഇതിൻ്റെ പോയിന്റ്. ഇനി അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേർ. കണ്ടോ, ഇപ്പോൾ എളുപ്പമായി. അവിഭക്ത ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ അയച്ച ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസുകൾ ഏതെല്ലാം എന്നാണ്? അത് ഡൽഹി, അജ്മീർ, മെർവാറ, കൂർഗ്, ബലൂചിസ്ഥാൻ. ഈ 4 പ്രവിശ്യകൾ അല്ലേ. ഇനി അടുത്ത നോക്കുക, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പ്രതിനിധികളുടെ അനുപാതം എന്ന് പറയുന്നത്, അതായത് ഇപ്പം തിരുവിതാംകൂറിൽ നിന്നും ഒരാളെ വിട്ടു എന്ന് പറഞ്ഞല്ലോ. ഇപ്പം മൈസൂർ, അതേപോലെ നാട്ടുരാജ്യങ്ങളുണ്ട്. ഈ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പ്രതിനിധികളുടെ എടുത്ത അനുപാതം എന്ന് പറയുന്നത് 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന നിലയിലാണ് നാട്ടുരാജ്യങ്ങളിൽ നിന്നും പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വിട്ടത്. എത്ര പേർക്കാണ്? 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന നിലയിലാണ് നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഒരു പ്രതിനിധിയെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അയച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 10 ലക്ഷം പേർക്ക് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. ഈ പഠിക്കുന്ന പോയിന്റുകളെല്ലാം സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടായിരിക്കും നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നത്. പാകിസ്ഥാൻ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ അംഗങ്ങൾ പിന്മാറിയപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അംഗബലം എന്ന് പറയുന്നത് 299 അതായത് 389 നേരെ 299 ആ സമയത്തെ കാര്യമാണ് ഇനി പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്നും 226 പേരായിട്ട് കുറഞ്ഞു. അല്ലെ, 226 പേരായിട്ട് കുറഞ്ഞു. 226 പേർ. ഇനി 226 പേർ എങ്ങനെ വരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യകളിൽ നിന്നും 3 പേരാണുള്ളത് അല്ലെ. 3 പേര് 226 പേരായിട്ട് പറഞ്ഞു അല്ലെ. 3 പേര് വന്നു. എവിടെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യകളിൽ നിന്നും എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 3 പേരാണ് ഉണ്ടായിരുന്നത്. 3 പേര്. അപ്പോൾ 226 3 229 ആകും. പിന്നെ 70 കൂടെ ചേരുമ്പോൾ അങ്ങനെ 299 ആകും. അങ്ങനെയാണ് നമ്മളത് പഠിച്ചതാണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലായ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് എന്ന് പറയുന്നത് ബലൂചിസ്ഥാനാണ് അല്ലേ. അപ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ഓൾറെഡി പാകിസ്ഥാൻ പ്രൊവിൻസിലായി കഴിഞ്ഞു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്നും 70 പേരാണ് ഉണ്ടായിരുന്നത് അല്ലേ. ഇനി നോക്കുക, 226 പ്ലസ് 3 229 70 299 അങ്ങനെയാണ് വിഭജനത്തിന് ശേഷമുള്ള അംഗസംഖ്യ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് നോക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അറിയാവുന്ന പോയിന്റാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ അയച്ച നാട്ടുരാജ്യം മൈസൂറാണ്. മൈസൂരിൽ നിന്ന് 7 പേരാണ് അല്ലേ. ഞാൻ പറഞ്ഞു നാട്ടുരാജ്യങ്ങൾ എങ്ങനെയാണ് ആളെ തിരഞ്ഞെടുക്കുന്നത്? 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന നിലയിലാണ് എടുക്കുന്നത്. അങ്ങനെ 7 പേരെയാണ് മൈസൂരിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് അംഗങ്ങളെ അയച്ചത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏതംഗത്തിന്റെ മരണത്തെ തുടർന്നാണ് TT കൃഷ്ണമാചാരി പകരക്കാരനായി നിയമിതനായത്? അത് DP കെയ്ത്താനാണ് അല്ലെ. DP കെയ്ത്താൻ മരിക്കുമ്പോൾ അല്ലെ, മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം TT കൃഷ്ണമാചാരിയെ ആ സ്ഥാനത്തേക്ക് പകരക്കാരനായി എടുക്കുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ നിന്ന് ആരോഗ്യ കാരണങ്ങളാൽ ആര് രാജിവെച്ച ഒഴിവിലാണ് N മാധവറാവു എടുക്കപ്പെട്ടതെന്നാണ്. അത് BL മിത്തറാണ്. BL മിത്തർ രാജിവെച്ച ഒഴിവിലാണ് N മാധവറാവുവിനെ എടുക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ നിന്ന് ആരോഗ്യ കാരണങ്ങളാൽ ആര് രാജിവെച്ച ഒഴിവിലാണ് N മാധവറാവു നിയമിക്കപ്പെടുന്നത്? BL മിത്തർ. അപ്പോൾ BL മിത്തർ പോയതിന് ശേഷം N മാധവറാവു ആണ് അല്ലേ. N മാധവറാവു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള സംഗതികളാണ്. ഇത് നിങ്ങളുടെ റാങ്ക് ഫയലിലൊക്കെ ഉള്ള പോയിന്റുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കുക.
1923 രൂപം കൊണ്ട ഏത് പാർട്ടിയാണ് ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന തയ്യാറാക്കുന്നതിനായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കണമെന്ന ആശയം? അത് സ്വരാജ് പാർട്ടിയാണ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം 1931 മുന്നോട്ട് വെച്ച വ്യക്തി എം എൻ റോയി ആണ്. എം എൻ റോയി.